ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഗോബ്സ് വ്ലോഗ്. നമുക്ക് കുറച്ച് ചീര കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ ചീര ഒന്ന് അരിഞ്ഞെടുത്താലോ? അതിനുശേഷം നമുക്ക് ഇച്ചിരി വൻപയർ വേണം. വൻപയർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഒരു 3-4 പ്രാവശ്യം നമ്മൾ കഴുകിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കുക്കർ എടുക്കാം. ആ വൻപയർ ഒന്ന് വേവിക്കണ്ടേ? കുക്കറിലേക്ക് വെള്ളം ഒഴിച്ചോ. അതിനുശേഷം നമ്മൾ കഴുകി വെച്ചേക്കുന്ന വൻപയർ അതിനകത്തിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ കുക്കർ ഒന്ന് അടച്ച് വേവിക്കാൻ വെക്കാം. ഒരു 3-4 വിസിൽ മാക്സിമം. നമ്മൾ ഗ്യാസ് കത്തിച്ചു, കുക്കർ വെച്ചു. നമുക്ക് കുക്കറിൻ്റെ വെയിറ്റും കൊണ്ടൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പുതിയൊരു ചാനലാണ്. മറ്റേ ചാനലിൽ പോയി ഗോബ്സ് വ്ലോഗ്സിൻ്റെ ഇനി എല്ലാ വീഡിയോസും ഈ ചാനലിലാണ് വരുന്നത്. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ ചെറിയ ചെറിയ സപ്പോർട്ടുകളാണ് ഈ ചെറിയൊരു ചാനലിലെ വിജയം. അപ്പോൾ നമ്മുടെ കുക്കർ വേണ്ട ഒരു 3 വിസിലടിച്ച് എല്ലാം ഇതായിട്ടിരിക്കണം. ആ ടൈമിൽ നമുക്ക് ഇതിനകത്തോട്ടേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. നമ്മൾ ആദ്യം തന്നെ ഒരു സവോള എടുത്തിട്ടുണ്ട്. ആ സവോള നമുക്ക് കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം. ആ സവോള നമ്മൾ അരിഞ്ഞ് മാറ്റി അവിടെ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്കൊരു 6-7 പച്ചമുളക് ഒരു ഞെട്ട് കളഞ്ഞെടുക്കാം. എന്നിട്ട് അത് കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം. കുനുകുനാന്ന് പറഞ്ഞങ്ങോട്ട് അരിയുക. പച്ചമുളക് അരിഞ്ഞതിന് ശേഷം നമുക്ക് വേറെ കുറച്ച് സാധനങ്ങളും കൂടെ നമുക്ക് അരിയാനുണ്ട്. നമുക്ക് വേണ്ട വെളുത്തുള്ളി ഒരു 10-12 ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇച്ചിരി തേങ്ങ, ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പില ആവശ്യത്തിന്. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കിയാലോ? ചീര, വൻപയർ, പിന്നെ തേങ്ങ, സവോള, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ കരിവേപ്പില. ഇത്രയുമാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. നമ്മളൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചീനച്ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അതിനുശേഷം നമുക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുത്തു, കടുക് ഇട്ട് കൊടുത്തു. അതിനുശേഷം കറിവേപ്പില ഇട്ടു. അതിനുശേഷം നമ്മൾ വെളുത്തുള്ളി ഇട്ടു. അതിനുശേഷം നമ്മൾ പച്ചമുളകും സവോളയും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കാം. വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്യുമ്പോൾ അപാര ടേസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഈ ചീരത്തോരൻ ഉണ്ടാക്കുന്നത്. ഈ ചീര കഴിക്കാത്ത കുട്ടികൾ പോലും ഇത് കഴിച്ചോളും. അതിനുശേഷം നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ ചീരയുടെ ആവശ്യാനുസരണം നിങ്ങൾ തേങ്ങ കൂട്ടിയും കുഴച്ചും ഒക്കെ എടുക്കുക. അതിനുശേഷം നമുക്ക് ഇച്ചിരി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. നമുക്ക് ഇത് ഏകദേശം ഇതായിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് നമ്മുടെ ചീരയും കൂടി ഇതിനകത്തോടെ തട്ടിക്കൊടുത്തേക്കാം. നമ്മൾ ചീര ഇട്ട് കൊടുത്തു. നമ്മുടെ കയ്യിലുള്ള ബാക്കി മൊത്തം ചീരയും നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. ഇത് നമുക്ക് ഇതുപോലെ തന്നെ സെയിം റെസിപ്പിയിൽ നമുക്ക് പാലക് പനീറില്ലേ, അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ വൻപയറിട്ട് പാലക്ക് തോരൻ വെക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ചീര ഒന്ന് കുക്കാവട്ടെ. അപ്പോൾ നമ്മുടെ ചീര ഇവിടെ ഫൈനലി കുക്കായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ വൻപയർ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. വൻപയറും ചീരയും കൂടെ അപാര ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് ഫീഡ്ബാക്ക് പറയുകയും ചെയ്യണം. അപ്പോൾ നമുക്കിത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി ഇതൊന്ന് യോജിപ്പിക്കാം. എന്നിട്ടൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഫൈനലി നമ്മുടെ വൻപയർ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് ഇതിനകത്തിട്ടേക്കുന്നത്. അല്ലാതെ വേറെ ഒരു ഐറ്റംസും ഇതിനകത്തില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫ്രം ഗോപിക. ഞാൻ ആ ചീരയുടെ ഫോട്ടോസ് ഇതിനകത്തിടാവേ, നിങ്ങൾ കണ്ടോളൂ കേട്ടോ എങ്ങനെ ഉണ്ടെന്ന്. കഴിക്കാനും അടിപൊളിയാണ്, ഹെൽത്തിയാണ്, കുട്ടികൾക്ക് നല്ലതാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.